യോബിന്റെ പുസ്തകം 42 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഞാനൊരു കാര്യം വചനപ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് പറയാം. ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ഈ വചനം നിങ്ങൾക്ക് ഭയങ്കര വിജയമായിരിക്കും. ഉണർവായിരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, വിജയമായിരിക്കും. ഈ യോബ് എന്ന് പറയുന്ന മനുഷ്യൻ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക. എന്തോ വലിയ ഈ പ്രതിസന്ധി മാറിയിട്ട് എഴുതിയ ഭാഗമല്ല, പ്രതിസന്ധിയുടെ കാഠിന്യത്തിനകത്തിരിക്കുമ്പം അവൻ ഒരു കാര്യം ദൈവത്തോട് പറയുക, കർത്താവേ, നിനക്ക് സകലതും കഴിയും, നിനക്ക് സകലത്തിന്മേലും ഉദ്ദേശമുണ്ട്, നിനക്ക് അസാധ്യമായ ഒരു കാര്യവുമില്ല, ദൈവത്തിന് സകലതും കഴിയും എന്ന് പറഞ്ഞ എന്താ? ദൈവത്തിന് അടുത്തിരിക്കുന്ന ആളെ തൊട്ട് ചെറു വിഷമിക്കാണ്ട, ദൈവത്തിന് സകലതും കഴിയും. എനിക്ക് കർത്താവിൻ്റെ ആത്മബോധ്യം എന്ന് പറയാം, മനുഷ്യന് കഴിയുന്ന കാര്യമുണ്ട്, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമുണ്ട്. ഈ ചില കാര്യങ്ങൾ സ്തോത്രം ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ, അത് ദൈവം മാത്രം ചെയ്യും. ഒരാമയും പറയണം. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ആരാന്നുള്ള ഉറപ്പും ധൈര്യവും നിങ്ങളുടെ അകത്ത് വരണം. അല്ലാതെ ചുമ്മാ വന്ന് കുറച്ച് കൈയടിച്ചു വെച്ച് പോയി, എല്ലാവരും പ്രസംഗിച്ചു സ്നാനപ്പെടണം, അതുകൊണ്ട് സ്നാനപ്പെട്ടു, എല്ലാവരും പറഞ്ഞു അഭിഷേകം പ്രാപിക്കണമെന്ന് കാത്തിരുന്ന് പരിശുദ്ധാത്മാവ്, ബാക്കിയൊന്നും എനിക്കറിയത്തില്ല. അങ്ങനല്ല. നിന്റെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിന്റെ അകത്ത് വർദ്ധിക്കുമ്പോഴാണ് ആരാധനയുടെ ഭാവം മാറുന്നത്. സ്തോത്രം. ഞാൻ ബൈബിളിൽ കൊണ്ടുവരാൻ പോകും, ദൈവത്തിന് സകലതും കഴിയും. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, എന്തുവാ ദൈവത്തിന്? ഈ കഴിഞ്ഞ ദിവസം കുറേ കാര്യങ്ങൾ വിഷമിച്ചില്ലേ? അതെങ്ങനെ നടക്കും, അതെങ്ങനെ നടപ്പിൽ വരും? എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എനിക്കൊരു ബന്ധങ്ങളില്ലല്ലോ. വേണ്ട, ദൈവത്തിന് സകലതും കഴിയും. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക, പൈസ കൊണ്ടേ മരുന്ന് വാങ്ങിക്കാം, പക്ഷെ സൗഖ്യം തരാൻ ദൈവത്തിന് കഴിയും. പൈസ കൊണ്ട് കടം വീട്ടാം, നിന്നെ സമ്പന്നനാക്കാൻ ദൈവത്തിന് കഴിയും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൂത്, ദൈവത്തിന് സകലതും കഴിയും. ഇന്ന് ദൈവത്തിന് കഴിയുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ബൈ ലിസ്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഇവിടെ തുറക്കാൻ തുടങ്ങിയ ഈ കൊല്ലം മൊത്തം ഈ വാക്യമായിരിക്കും. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ എന്നോട് കർത്താവ് പറയുന്നത്, ദൈവത്തിന് വിടുവിക്കാൻ കഴിയുമെന്നാണ് ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത്. ദൈവത്തിന് ആർക്കും ചെല്ലാൻ പറ്റാത്തിടത്ത് ചെന്ന് എല്ലാവരും നോക്കി നിൽക്കെ നിന്നെ വിടുവിക്കാൻ ദൈവത്തിന് കഴിയും. ആരോടൊക്കെയോ പ്രവചിക്കുക, ഈ ദിവസങ്ങളിൽ വിടുതലിൻ്റെ സാക്ഷ്യം നീ പറയണ്ട, നീ തന്നെ ഒരു സാക്ഷ്യമാകാൻ പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യം പറയാം. ഹല്ലേലൂയ. ഞാനൊരു മീറ്റിങ്ങിൽ പ്രസംഗിക്കുവാനായിട്ട് ചെന്നു. ഞാനവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം സ്തോത്രം, ഒരു വലിയ ഒരു ടെൻ്റാണ്. ഹല്ലേലൂയ. അവിടെ വലിയ മീറ്റിംഗ് നടക്കുമ്പം സ്തോത്രം, ഒരു വണ്ടി കൊണ്ടെന്ന് സൈഡ് നിർത്തിയിട്ട് ഒരു മനുഷ്യൻ ആ ഫ്രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ കൊച്ചു പിള്ളേർ നടക്കുന്ന പോലെ ഇങ്ങനെ വരും. ആ മനുഷ്യൻ വന്നപ്പോൾ ആ സഭയിലിരുന്ന എല്ലാവരും, എനിക്ക് മാത്രം ഒന്നും. അപ്പം ഞാൻ അവിടുത്തെ പാസ്വേഡ് ചോദിച്ചു, എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 4.5 മാസം വെന്റിലേറ്റർ, 13 വർഷം ബെഡ്. ഗ്ലോറി. ഒരു ദിവസം രാത്രി യേശു വന്ന് തന്നെ തൊട്ടു, താൻ എഴുന്നേറ്റ് നടന്നു. ആദ്യമായിട്ട് ഈ കൺവെൻഷൻ വരുക 13 വർഷത്തിന് ശേഷം. അവന്റെ സാക്ഷ്യം ആരും പറയണ്ട, അവൻ വരുന്നത് തന്നെ ഒരു വിടുതലിന്റെ സാക്ഷ്യമാണ്. ഈ കാണുന്ന എല്ലാ കാര്യവും നമുക്ക് ഒരു പ്രസംഗത്തിൽ ഒന്നിച്ച് പറയാൻ പറ്റത്തില്ല, പക്ഷേ പറയേണ്ട കാര്യം ദൈവം നമുക്ക് ബോധ്യമാക്കി തരും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. ഹല്ലേലൂയ. 3-ാം അധ്യായം എടുക്കണം. 29-ാമത്തെ വാക്യം. വചനം മറക്കരുത്. ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. ഒന്ന് വായിച്ചു കേൾക്കാം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം
29 വാക്യം. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായ്ക കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണമായി ശകലിക്കുകയും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു. ഇതൊരു രാജാവിന്റെ കൽപ്പനയാണ്, വിളംബരം ആണ്. അങ്ങനൊരു വിളംബരം ഒരു ദേശത്ത് പുറപ്പെടുവാൻ കാരണം ദൈവത്തെ സേവിക്കുന്ന 3 വ്യക്തികളാണ്. സ്തോത്രം. ഞാൻ ആ ചരിത്രത്തെ ഒന്ന് തൊടാനാണ് ഇന്ന് കൃപയിൽ ശരണപ്പെടുന്നത്. തുടക്കത്തിലേ ഞാൻ പറയാം, ആരെല്ലാം നിന്നെ ഒതുക്കാൻ പദ്ധതിയിട്ടാലും വിടുവിക്കാൻ കഴിയുന്നവനാ ദൈവം. എത്ര പേര് ആമീൻ പറയും? എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, നിന്റെ വിടുതലിന്റെ സമയമായി. നിന്നെ വിടുവിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അവൻ ആ വിടുതൽ നിനക്ക് തരാൻ പോവുക. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഇനി ഞാനൊരു പ്രവചനം കൂടെ ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നൊരു ദൂതാണ് ഇന്ന് പ്രവചനമായി പറയുന്നത്. ഒത്തിരി നാളുകൾ പ്രാർത്ഥിച്ചിട്ട് നടക്കത്തില്ലെന്ന് നീ പറഞ്ഞ കാര്യം ദൈവം നിന്നെ വിടുവിക്കാൻ പോവാ. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കുരുക്കിൽ അകപ്പെട്ട് കിടക്കുന്ന ചില അനുഗ്രഹങ്ങൾ വിടുവിച്ചു നിന്റെ കയ്യിൽ തരാൻ പോവാ. ബ്ലോക്കായി കിടക്കുന്ന ചില നന്മകൾ അത് വിടുതലാക്കി